വിഴിഞ്ഞത്തിൽ അവകാശവാദവുമായി കേന്ദ്ര സർക്കാർ. കേരള സർക്കാരിനെ പരാമർശിക്കാതെ വിഴിഞ്ഞത്തെപ്പറ്റി കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യം. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആയിട്ട് ഇംഗ്ലീഷ് ദിനപത്രത്തിലാണ് പരസ്യം നൽകിയത്. പരസ്യത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം മാത്രമാണ് നൽകിയിട്ടുള്ളത്. പദ്ധതിക്കായി 61.83% തുക സംസ്ഥാന സർക്കാരാണ് ചെലവഴിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. നൃപൻ, വിഴിഞ്ഞം പദ്ധതി ആഗോള പ്രശസ്തിയിലേക്ക് ഉയർന്നത് അത് രാജ്യത്തിന് നൽകിയ നേട്ടങ്ങളെക്കുറിച്ച് ലോകം കാണുകയാണ്. 2-ാം തീയതി വിഴിഞ്ഞം പദ്ധതി കമ്മീഷനിങ്ങിലേക്ക് പോകുന്നു. ഈ പദ്ധതിക്കായി കേരളം എടുത്ത യത്നങ്ങൾ രാജ്യം കണ്ടതാണ്. അതിനുവേണ്ടി VGF വായ്പ അനുവദിക്കുന്നതുമായി VGF ഗ്രാൻഡ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് മുമ്പിൽ നിരവധി തവണ വാതിലിൽ മുട്ടിയതും കണ്ടതാണ്. ഇപ്പോൾ അവകാശവാദമായി വന്നിരിക്കുന്നു. എന്താണ് ഈ പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ഏതെങ്കിലും ഒരു വരി കേരളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? 5595 കോടിയാണ് ഈ പദ്ധതിക്കായി കേരളം ചെലവഴിച്ചത്. തീർച്ചയായും സിജു, അത് വലിയ വിരോധാഭാസമാണ്. കേന്ദ്ര സർക്കാരിൽ നിന്ന് നമ്മൾ മറിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പൂർണ്ണമായി കേരളത്തെ നിരന്തരം അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങളെ മുഴുവൻ മാനിക്കാതെ മുന്നോട്ട് പോകുന്നു. നമ്മൾ ചോദിച്ച പ്രത്യേക പാക്കേജുകളൊന്നും നമുക്ക് തരുന്നില്ല. ദുരന്തകാലത്ത് പോലും നമ്മൾ അവഗണിക്കുകയാണ്. ഇപ്പോൾ ഈ VGFുമായി ബന്ധപ്പെട്ട് തന്നെ വിഴിഞ്ഞത്തിൽ നമ്മൾ VGF ഗ്രാൻഡായി നമുക്ക് അനുവദിക്കേണ്ട തുക, ഉപാധിരഹിതമായി അനുവദിക്കേണ്ട തുകയാണ് അവർ ഇത് പലിശയോടുകൂടി നമുക്ക് നൽകിയത്. അതിൽ തന്നെ നമ്മൾ വർഷങ്ങളോളം നമ്മുടെ ലാഭവിഹിതത്തിൻ്റെ തുക കേന്ദ്ര സർക്കാരിന് കടക്കണിയായി നമ്മൾ ആ തുകയായി വിഹിതത്തിൽ നിന്ന് നൽകിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്തൊരു കേന്ദ്ര സർക്കാരാണ് ഇംഗ്ലീഷ് പത്രങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വച്ചിട്ട് കേന്ദ്രത്തിൻ്റെ പ്രോജക്റ്റാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുകയും സംസ്ഥാന സർക്കാരിനെക്കുറിച്ചോ വിഴിഞ്ഞം പദ്ധതിയുടെ ഈ പറഞ്ഞ വിഹിതത്തെക്കുറിച്ചോ സ്റ്റേറ്റ് ഏത് തരത്തിലുള്ള കോൺട്രിബ്യൂഷനാണ് ഇത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്രയാണ് മുതൽ മുടക്കുന്നത്, ഒപ്പം തന്നെ അദാനി പോർട്ട് അതോറിറ്റി എന്ത് വിഹിതമാണ് ഇതിൽ മുടക്കുന്നത്, പദ്ധതി സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളൊന്നും നൽകുന്നില്ല. കേന്ദ്രത്തിൻ്റെ പ്രോജക്റ്റ് മാത്രമായി ഇത് അവതരിപ്പിക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ വികസന നേട്ടമായി ഇത് പരമാവധി പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ അവർ നൽകിയ വാർത്തയിലൂടെ വ്യക്തമാകുന്നത്. ആ വാർത്തയിലെ വിശദാംശങ്ങളിൽ അവരുടെ വിവിധ പ്രോജക്റ്റുകളെക്കുറിച്ചും വിഴിഞ്ഞം പദ്ധതികളുടെ സാധ്യതകളെക്കുറിച്ചും അവർ പറയുന്നുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ അച്ചീവ്മെൻറ്റായി മാത്രമാണ് ഇത് വിശദീകരിക്കുന്നത്. നമ്മൾ നേരത്തെ സിജു തന്നെ സൂചിപ്പിച്ചതാണ്, ഈ പദ്ധതി വിഹിതത്തിൻ്റെ 61.83% തുക സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. ഒപ്പമാണ് കേന്ദ്രത്തിൻ്റെ ഗ്രാൻഡായി ലഭിക്കുന്ന തുകയുള്ളത്. ആ 818 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകുമ്പോൾ അതിൽ നമ്മൾ 10,000 മുതൽ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പ്രോജക്റ്റ് കാലാവധിയുടെ ഈ പ്രോജക്റ്റ് അവസാനിക്കുമ്പോൾ അപ്പോഴുണ്ടാകുന്ന പലിശയും ആ പ്രോജക്റ്റ് തുറമുഖത്തിൻ്റെ ലാഭവിഹിതവും കൊണ്ട് കണക്കാക്കി ഏകദേശം 10,000 മുതൽ 12,000 കോടി രൂപ ഇതിന് കേന്ദ്ര സർക്കാരിന് നമ്മൾ നൽകേണ്ടി വരും. ബാക്കി തുക ഇരുന്ന 28.75% അദാനി പോർട്ട് ആണ് വഹിക്കുന്നത്. കേവലം ഈ VGF ഗ്രാൻഡായി ലഭിക്കുന്ന അതിൻ്റെ തന്നെ ചരട്, കടക്കടിയുടെ ചരട് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയതാണ്. 9.42% കേന്ദ്രത്തിൻ്റെ VGF ഗ്രാൻഡ്. അത് ഇത്രയും തുക നമ്മൾ നൽകുകയും വേണം. ഒപ്പമാണ് നമ്മൾ ഈ പറഞ്ഞ കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ അവഗണനയുള്ളത്. ഈ അവഗണന മുഴുവൻ മറച്ചു വയ്ക്കുക മാത്രമല്ല, ഒരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് മാത്രമായി ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ ഇങ്ങനെ പരസ്യം നൽകുകയാണ്. ഇത് കേരളത്തിലെ മലയാള ദിനപത്രങ്ങളിൽ അത്രയൊരു പരസ്യം നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ നാളെയൊക്കെ നൽകുമോ എന്ന് അറിയാനും പാടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരത്തിൽ പരസ്യം നൽകിയിരിക്കുന്നതെന്ന കാര്യം സ്വാഭാവികമായി കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം ഉറപ്പാണ്. സിജു, ഒരുപക്ഷെ നൃപൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഉളുപ്പുണ്ടോ എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. ഈ വിഴിഞ്ഞം പദ്ധതിക്കായി എത്ര രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത്? ഈ പദ്ധതിക്കായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാൻഡിൻ്റെ എയ്ഡായിട്ട് VGF നൽകണം. അതിനുവേണ്ടി എത്ര തവണ മുട്ടി, 1 രൂപ പോലും നൽകിയില്ലെന്ന് മാത്രമല്ല ഉപാധികളോടെ വായ്പ അനുവദിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്കറിയാം, വിഴിഞ്ഞം നിശ്ചയിച്ചതിനും വളരെ നേരത്തെ തന്നെ അതിൻ്റെ കമ്മീഷനിങ് പൂർത്തിയാക്കുന്നു. അതോടൊപ്പം തന്നെ 6.5 ലക്ഷത്തിലധികം TEU കണ്ടെയ്നറിൻ്റെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. അന്താരാഷ്ട്ര സമുദ്രയാന ലോജിസ്റ്റിക്സിൽ വളരെ നിർണായകമായൊരു കേന്ദ്രമായി വിഴിഞ്ഞം മാറുന്നു. അതായത് രാജ്യത്തിൻ്റെ തന്നെ അഭിമാന പദ്ധതിയായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് വിഴിഞ്ഞം. അവിടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വരികയാണ്. നിങ്ങൾ ക്രെഡിറ്റ് ഏറ്റെടുത്തോളൂ, കാരണം രാജ്യത്തിൻ്റെതാണല്ലോ. കേരളത്തിൽ അങ്ങനെ പിടിവാശിയില്ല. പക്ഷേ ആ പദ്ധതി നടപ്പിലാക്കാൻ നിങ്ങൾ എന്താണ് ചെലവഴിച്ചത്? അതോടൊപ്പം തന്നെ ഇവിടെ പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അടക്കം തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഈ വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം അടക്കം നടത്തുന്ന പിന്തിരിപ്പൻ നിലപാടുകൾ ഇതെല്ലാം കൂട്ടിക്കാണിക്കുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ പ്രതിപക്ഷം, കേന്ദ്ര സർക്കാർ വലിയ വെല്ലുവിളികൾ ഉയർത്തിയിട്ടും വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വരുന്നതിൽ അല്പം ഉളുപ്പുണ്ടോ എന്നുള്ള ചോദ്യം അങ്ങനെ തന്നെ നിൽക്കട്ടെ.
നൃപൻ. സിജു, അത് ഉറപ്പാണ്. കാരണം നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധിയാണ് വിഴിഞ്ഞം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായത്. ഓഖി കൊടുങ്കാറ്റുണ്ടാകുന്നു, കല്ലിൻ്റെ ക്ഷാമം ഉണ്ടാകുന്നു, കോവിഡ് 2 തരംഗം ഉണ്ടാകുന്നു. അതിനുശേഷം എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന തരത്തിൽ UDF വലിയ തരത്തിൽ പിന്നിൽ നിന്ന് നയിച്ച ഒരു സമരം വിഴിഞ്ഞം പദ്ധതിയെ മുടക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നേരത്തെ നിശ്ചയിച്ച സമയത്തേക്കാൾ 17 വർഷത്തിന് മുൻപായി തന്നെ വിഴിഞ്ഞത്തിൻ്റെ പ്രോജക്റ്റ് കമ്മീഷൻ ഉണ്ടാകുന്നു. 2035 തന്നെ വരുമാനം ലഭിക്കുന്നു. ഈ വരുമാനം ലഭിക്കുമ്പോൾ 6000 കോടി രൂപ കേന്ദ്രത്തിന് ലഭിക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ തൂത്തുക്കുടി ഈ പറഞ്ഞ തുറമുഖത്തിന് വേണ്ടി ഈ VGFൻ്റെ ഒരു തരത്തിലെ ഗ്രാൻറ്റ് സംബന്ധിച്ച ഒരു തരത്തിലെ മാനദണ്ഡവുമില്ല. 1411 കോടി രൂപയാണ് കേന്ദ്രം അനുവദിച്ച് നൽകിയത്. സംസ്ഥാനത്തിന് മാത്രമാണ്, കേരളത്തിന് മാത്രമാണ് ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഉപാധികളും മുന്നോട്ട് വയ്ക്കുക, കേരളത്തെ പിഴിയാനുള്ള ശ്രമം നടത്തുക, പ്രത്യേക പാക്കേജ് ചോദിച്ചിട്ട് കേരളത്തിന് തരാതിരിക്കുക. ഇതെല്ലാം ചെയ്ത ശേഷമാണ് സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വാക്കുപയോഗിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ നരേന്ദ്രമോദിയുടെ ചിത്രം വെച്ചിട്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പരസ്യം നൽകിയിട്ടുള്ളത്. ഉദ്ഘാടനം 2-ാം തീയതിയാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു. ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അത് കേരളം ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തീയതി കൂടി നിശ്ചയിച്ചുകൊണ്ട് സംസ്ഥാന ഉദ്ഘാടനത്തിലേക്ക് പോകുന്നത്. തുറമുഖമൊക്കെ അതോറിറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്നതാണ്. അത്തരത്തിലുള്ള സാങ്കേതിക കാര്യങ്ങളിലൊന്നും സംസ്ഥാനത്തിന് ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയതിൽ മുന്നിൽ നിന്നത് സംസ്ഥാന സർക്കാരാണ് എന്ന കാര്യം വ്യക്തമാണ്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അത് അംഗീകരിക്കുന്ന കാര്യമാണ്. പദ്ധതി എങ്ങനെയാണ് മുടങ്ങിക്കിടന്നത്, വിഴിഞ്ഞ കരാറുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ വരുത്തിയ മാറ്റങ്ങൾ എങ്ങനെയാണ്, വരുമാന വിഹിതത്തിൽ കേരളത്തിന് അനുകൂലമായി കരാറിൽ മാറ്റം വരുത്തിയ സംസ്ഥാന 1-ാം പിണറായി സർക്കാരാണ്. അതിനുശേഷം വന്ന പ്രതിസന്ധികളെ മുഴുവൻ അതിജീവിച്ച് സമയബന്ധിതമായി സ്ഥലമേറ്റെടുപ്പ്, ഒപ്പം തന്നെ പലതരത്തിലുള്ള തടസ്സങ്ങൾ, സമരങ്ങൾ, ഓഖി, കൊടുങ്കാറ്റ് ഇവയെല്ലാം അതിജീവിച്ച് സംസ്ഥാനം മുന്നോട്ട് പോയപ്പോൾ ഒരു പരാമർശം പോലും സംസ്ഥാനത്തെക്കുറിച്ച് നടത്താതെ എങ്ങനെയാണ് കേന്ദ്രത്തിന് ഇതിനൊരു പരസ്യം നൽകാൻ കഴിയുക എന്നതാണ്. അത് സ്വാഭാവികമായും അത് ജനങ്ങൾ വിലയിരുത്തും. കേരളത്തിലെ പ്രതിപക്ഷം നടത്തുന്ന ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ സിജു നേരത്തെ പറഞ്ഞതാണ്. ക്ഷണിച്ചില്ല, പങ്കെടുത്തില്ല. അന്ന് ഈ സമരവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷമാണ്. അങ്ങനെ നിർത്തിവെച്ചിരുന്നെങ്കിൽ ആ പ്രോജക്റ്റ് തന്നെ ഈ കാലയളവിൽ നടപ്പിലാക്കാൻ കഴിയുമോ? പിന്നെ സമരക്കാർക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കേണ്ടി വരുന്ന സ്ഥിതി ഉണ്ടാവും. മറ്റ് കൂടുതൽ ഇൻവെസ്റ്റർമാർ കേരളത്തിലേക്ക് വരുമായിരുന്നോ? ഇത്തരം കാര്യങ്ങളിലൊന്നും UDF മറുപടി പറയുന്നില്ല. കേന്ദ്ര സർക്കാർ ഒപ്പം തന്നെ പ്രതിപക്ഷവും ഒന്നടങ്കം ഒറ്റയ്ക്ക് നിർത്തൊരു പ്രോജക്റ്റാണ്. ഇച്ഛാശക്തി കൊണ്ട് മാത്രം സംസ്ഥാന സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം 17 വർഷത്തിന് മുമ്പ് നിശ്ചയിച്ച സമയത്തിനേക്കാൾ പ്രോജക്റ്റ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അപ്പോഴും കേന്ദ്രം ഇത്തരത്തിലുള്ള സ്ഥാപിത താല്പര്യമായി മുന്നോട്ട് പോകുന്നു. ഈ ഒരു തരത്തിലും ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ഇംഗ്ലീഷ് ദിനപത്രങ്ങളിൽ പരസ്യം നൽകിയിരിക്കുന്നു എന്നതാണ്. നൃപൻ, ഒരുപക്ഷെ ഈ ഓഖിയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി, ഓഖിയേക്കാൾ വലിയ ദുരന്തങ്ങളാണ് ഈ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രതിപക്ഷം എന്ന് പറയേണ്ടി വരുന്നു. പ്രതിപക്ഷം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എന്താണ് സംഭവിച്ചതെന്നും ഈ പദ്ധതി എങ്ങനെ വൈകിയെന്നുള്ളതും, ഈ പദ്ധതിയുടെ കരാർ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായി കരാറിൽ ഏർപ്പെട്ടതും അതിനെ മാറ്റിക്കൊണ്ട് സംസ്ഥാന സർക്കാർ LDF സർക്കാർ വന്നപ്പോൾ പുതിയ കരാറിൽ ഏർപ്പെടുന്നു, പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നു. അവിടെ ഈ പദ്ധതിയെ ദേശീയപാത വൈകിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി വൈകിപ്പിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത ശ്രമങ്ങൾ, അങ്ങനെ തന്നെയാണ് പറയുന്നത്, പദ്ധതി വൈകിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒരു വശത്ത്. മറുവശത്താണ് കേന്ദ്ര സർക്കാർ ഈ എല്ലാം കേരള സർക്കാർ ചെയ്തുകൊള്ളും, അങ്ങനെ ഈ കേരളത്തിലെ LDF സർക്കാർ ഓരോരോ അഭിമാന നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി വിഴിഞ്ഞവും മെച്ചപ്പെട്ട രീതിയിൽ തന്നെ പോകുമെന്ന് കേന്ദ്രത്തിനറിയാം. ഒടുവിൽ ഇവിടെ ഇത്തരത്തിൽ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വരുമ്പോൾ ഈ 2 ദുരന്തങ്ങളെ കേരള ജനത കാണുന്നുണ്ട്. അത് ദുരന്തം തന്നെയാണ്, ഓഖിയേക്കാൾ വലിയ ദുരന്തം. സിജു, വളരെ ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള നിരീക്ഷണമാണല്ലോ 1-ാം പിണറായി സർക്കാരിന് ശേഷം എന്തുകൊണ്ട് വലിയ തരത്തിലുള്ള സർക്കാരിൻ്റെ പ്രോജക്റ്റുകളെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി കോടതിയിൽ, സുപ്രീം കോടതി വരെ പോയ പ്രതിപക്ഷമാണ് കേരളത്തിലുണ്ടായിരുന്നത്. അതിനെയെല്ലാം ജനം പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് 2ാമത് പിണറായി സർക്കാർ വന്നത്. ഇപ്പോഴും പിണറായി സർക്കാരിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം, ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ഒപ്പം തന്നെ വിവിധ മേഖലകളിലുള്ള K-ഫോൺ അടക്കമുള്ള പദ്ധതികൾ, അങ്ങനെ ഒപ്പം തന്നെ ക്ഷേമപ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. വലിയ ദുരന്തങ്ങൾ നേരിടുന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നാം നേരിടുന്ന പ്രശ്നത്തിൽ സ്പെഷ്യൽ പാക്കേജ് ചോദിച്ചിട്ട് കേന്ദ്രം നമുക്ക് അനുവദിച്ചിട്ടില്ല, മറ്റ് സംസ്ഥാനങ്ങൾ അനുവദിക്കുകയും ചെയ്തു. തൂത്തുക്കുടിയിൽ ഈ പറഞ്ഞ തുറമുഖവുമായി ബന്ധപ്പെട്ട് തൂത്തുക്കുടിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. 1411 കോടി രൂപ ഒരു തരത്തിലും ഉപാധിയില്ലാതെ അവർക്ക് കൊടുക്കുന്നു. പക്ഷേ സംസ്ഥാനത്തിന് വരുമ്പോൾ VGF ഗ്യാരണ്ടിനെ സംബന്ധിച്ച് പലിശയോടുകൂടി ലാഭത്തോടുകൂടി കേന്ദ്രത്തിന് തിരിച്ചടയ്ക്കണം. അത് ഇത്രയേറെ ഭീമമായ തുക സംസ്ഥാനം തിരിച്ചടയ്ക്കണം. ഇതെല്ലാം കേരളത്തിൽ ജനങ്ങൾ സ്വാഭാവികമായി കാണുന്നുണ്ട്. എത്ര തരത്തിലുള്ള വ്യാജ പരസ്യങ്ങൾ നൽകിയിരുന്നാലും ഈ
ഇത്തരം ദുരന്തങ്ങളെ കേരളം അതിജീവിക്കുകയും തന്നെ ചെയ്യും. ഈ പറഞ്ഞ ഓഖി പോലെയുള്ള പ്രളയത്തെ പോലെയുള്ള, ഒപ്പം തന്നെ കോവിഡ് 2 പ്രാവശ്യം കോവിഡ് ഉണ്ടായതുപോലെ വയനാട് ദുരന്തം പോലെയുള്ള എല്ലാ ദുരന്തങ്ങളെയും കേരളം അവഗണിച്ചതുപോലെ ഈ ദുരന്തങ്ങളെയും കേരളം സ്വാഭാവികമായി അവഗണിച്ച് വിഴിഞ്ഞം കേരളത്തിൻ്റെ ഏറ്റവും വലിയ കേരളത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് നാഴികക്കല്ലാവുന്ന, കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കവാടമായി മാറുന്ന വിഴിഞ്ഞം പദ്ധതി 2-ാം തീയതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് ആരുടെ നേട്ടമാണ് എന്ന കാര്യം ഈ വാർത്തകൾ ശ്രദ്ധിക്കുന്ന, നേരിട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ വിലയിരുത്തുമെന്ന കാര്യം ഉറപ്പാണ്. സിജു, അത് തന്നെയാണ് നിർഭൻ. ഏതായാലും ഇതിൻ്റെ ക്രെഡിറ്റ് ആരേറ്റെടുത്താലും ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ്, രാജ്യത്തെ ജനങ്ങൾക്ക് നേട്ടമാകുന്ന പദ്ധതിയാണ്. അവിടെ ഇത്തരത്തിലൊരു പരസ്യം നൽകുമ്പോൾ കേരളത്തെ കൂടി പരാമർശിച്ച് പോകുന്നതായിരുന്നു മര്യാദ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. വിവരങ്ങളാണ് നിർഭൻ ചക്രവർത്തി നൽകിയത്.